ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോഷ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ട് ഗുലാബ് ജാമുനാണ്. നമ്മളെല്ലാവരും പാൽപ്പൊടിയും കൊണ്ട് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. നമുക്ക് റവ വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കാം. നമ്മളിന്ന് 2 വെറൈറ്റി ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തിട്ടും ഒന്ന് ഫ്രൈ ചെയ്യാതെ നമ്മളിന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചീൻചട്ടി വയ്ക്കാം. ചീൻചട്ടി ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 to 3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ റവയൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 വലിയ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പാല് കൂടാനും കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കുറച്ച് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അടിയോടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇത് റവയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മധുരത്തിന് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് മധുരത്തിന് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടിയോടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അല്പം ഓയിൽ കയ്യിലോട്ട് തേച്ച് കൊടുക്കണം. നമ്മൾ ബോൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ബോളാക്കി വെക്കണം. ഇത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് റൗണ്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും ഇതേപോലെ നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായി നമുക്ക് ആദ്യം ഒരു പാത്രം വയ്ക്കാം. അതിലോട്ട് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മധുരം നമുക്കിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടാം, കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. ഞാൻ ഇവിടെ 6 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം നമുക്ക് 2 ഏലക്കായ, പിന്നെ സാഫ്രൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സാഫ്രൻ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് വൈറ്റ് റസ്ഗുള്ള നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഓരോ ബോൾ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ തിളയ്ക്കട്ടെ. അതിൽ ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ പിടിക്കാൻ 2 മിനിറ്റ് വരെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട. 2 മിനിറ്റിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ റസ്ഗുള്ള അതിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് നോക്കാം. എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓരോ ബൗൾ ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ. നമ്മുടെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തതാണ്. നമ്മുടെ ഉള്ള് വൈറ്റ് കളർ തന്നെ ആയിരിക്കും. നമുക്ക് പുറം നല്ലപോലെ ബ്രൗണിഷ് ആവണം. നമ്മളുടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഉള്ളൊക്കെ നേരത്തെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളൊക്കെ വൈറ്റ് കളർ തന്നെ ആയിരിക്കും. നമുക്ക് പുറം മാത്രം ഒന്ന് ബ്രൗണിഷ് കളറായി കിട്ടണം. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഗുലാബ് ജാമുൻ നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അതിലിരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ബോളൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളെല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗുലാബ് ജാമുനും റസ്ഗുള്ളയൊക്കെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം. എന്നാലാണ് അതിനൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റസ്ഗുള്ളയിൽ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബദാം ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ റസ്ഗുള്ളയും ഗുലാബ് ജാമുനൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.